പ്രിയപ്പെട്ടവരെ, സമയവും മനസ്സുമുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ സാധിക്കാത്ത ഒരു കാര്യവുമില്ല. ഒരു സമയത്ത് രാജകീയതയിൽ നമ്മുടെ വീടിൻ്റെ മുൻവശത്തിരുന്ന ചെടിച്ചട്ടികളാണത്. പിന്നീട് ഇവരുടെ സ്ഥാനം തൊടിയിലും തെങ്ങും ചുവട്ടിലും വാഴച്ചോട്ടിലുമൊക്കെ ആയിരുന്നു. ഒരല്പസമയം കിട്ടിയപ്പോൾ ഇവരെയൊക്കെ എടുത്ത് വൃത്തിയാക്കി വെച്ചാലെന്തെന്ന് എൻ്റെ മനസ്സിലൊരാഗ്രഹം തോന്നി. ഞാൻ ചെയ്യാൻ തുടങ്ങിയതാണ്. തുടക്കത്തിൽ നിസ്സാരമായി ചെയ്തു കളയാമെന്നൊക്കെ എനിക്ക് തോന്നി. പിന്നീട് ചെയ്തു തുടങ്ങിയപ്പോഴാണ് അതിൻ്റെ ബുദ്ധിമുട്ട് എനിക്ക് മനസ്സിലായത്. പെട്ടെന്ന് മനസ്സിൽ പൊട്ടിമുളച്ച ആഗ്രഹം വിജയം കണ്ടെത്തണം എന്ന് തന്നെയായിരുന്നു എൻ്റെ മനസ്സിൽ. ചെടിച്ചട്ടികൾ ഓരോന്നായി ഞാൻ വൃത്തിയാക്കാൻ തുടങ്ങി. രാജകീയ പദവിയിലിരുന്ന് വിരുന്നുകാരെ സൽക്കരിച്ച, സന്തോഷിപ്പിച്ച ആ നല്ല ദിനങ്ങളെക്കുറിച്ച് ഞാൻ ഓർത്തു. മനുഷ്യരുടെ അവസ്ഥയും ഇതുപോലെയൊക്കെ തന്നെയാണ്. രാജകീയതയിൽ നിന്ന് കുപ്പത്തൊട്ടിയിലേക്ക് വലിച്ചെറിയപ്പെടുകയും പിന്നീട് കുപ്പത്തൊട്ടിയിൽ നിന്നും ഉയർന്ന സ്ഥാനങ്ങളിലേക്കും എത്തിപ്പെടും എന്നതിന് സംശയമൊന്നുമില്ല. നമ്മുടെ ചെടിച്ചട്ടികളും അതേ അവസ്ഥയിലാണ്. കുപ്പത്തൊട്ടിയിൽ കിടന്ന ചെടിച്ചട്ടികൾ ഇപ്പോൾ സുന്ദരന്മാരായി മാറിയിരിക്കുന്നു. കണ്ടില്ലേ? അവരെ മനോഹരമാക്കാനുള്ള ഉപകരണമാണിത്. അവരെ സുന്ദരന്മാരാക്കാൻ തയ്യാറാക്കിയ നിറക്കൂട്ടുകളാണിത്. നിറക്കൂട്ടുകളിലേക്ക് ബ്രഷുകൾ മുക്കി ഞാൻ അവരെ സുന്ദരന്മാരാക്കാൻ നോക്കി. കണ്ടില്ലേ? കുപ്പത്തൊട്ടിയിൽ കിടന്നിരുന്ന ചെടിച്ചട്ടികൾ സുന്ദരന്മാരായിക്കൊണ്ടിരിക്കുകയാണ്. മനുഷ്യജീവിതവും ചിലപ്പോൾ ഇങ്ങനെയൊക്കെയാണ്. എത്ര ദുഃഖങ്ങൾ നിറഞ്ഞ ജീവിതത്തിനിടയിലും ഒരിക്കൽ സന്തോഷിക്കാനുള്ളൊരവസരം എല്ലാ പേർക്കും വന്നു ചേരും. ചായങ്ങളിൽ മുങ്ങിക്കുളിച്ച് സുന്ദരന്മാരും സുന്ദരികളുമായി മാറിക്കൊണ്ടിരിക്കുന്ന ചെടിച്ചട്ടികൾ. 25 പേരാണ് സുന്ദരന്മാരാകാൻ നിരന്നു നിന്നിരുന്നത്. എല്ലാവരെയും ഞാൻ സുന്ദരന്മാരും സുന്ദരികളുമാക്കി മാറ്റി. ഏത് പ്രവൃത്തി ചെയ്യാനും നമുക്ക് മനസ്സാണ് പ്രധാനം. മനസ്സുണ്ടെങ്കിൽ സമയം നമ്മൾ തീർച്ചയായും കണ്ടെത്തും. വെറുതെ തോന്നിയ മോഹം എൻ്റെ മനസ്സിലുണ്ടാക്കിയ സന്തോഷം ചെറുതല്ല. കാണുന്നവർക്ക് ചെറിയ കാര്യമാണെന്ന് തോന്നുമെങ്കിലും എന്നെ സംബന്ധിച്ച് ഇത് ഏറ്റവും വലിയൊരു കാര്യം തന്നെയാണ്. എൻ്റെ ഉള്ളിലും ഇത്തരത്തിലുള്ള ഒരു കലാവാസനയുണ്ടെന്ന് ഞാൻ തിരിച്ചറിഞ്ഞു. എല്ലാവരെയും നിരത്തിയിരുത്തി ഫോട്ടോയ്ക്കായി എല്ലാവരും ചിരിച്ച് സന്തോഷമായിരിക്കുന്ന കാഴ്ച. എത്ര ദുഃഖവും ദുരിതവും നിറഞ്ഞ ജീവിതമാണെങ്കിലും ഒരു കാലം സന്തോഷിക്കാനുള്ള അവസരം നമ്മെ തേടി തീർച്ചയായും വരും എന്നതിന് മാറ്റമില്ല. നല്ലത് വരും എന്ന് മാത്രം ചിന്തിക്കുക. നമ്മൾ എന്ത് ചിന്തിക്കുന്നുവോ അത് നമ്മെ തേടി വരും. അതിന് യാതൊരുവിധ മാറ്റവുമില്ല. ഒരു നിമിഷത്തെ എൻ്റെ ചിന്തയിൽ നിന്നാണ് കുപ്പയിൽ നിന്നും രാജകീയത്തിലേക്ക് മാറിയത്. പൂച്ചെടികൾക്ക് ഇരിപ്പിടമാക്കാനും അതിഥികളെ സന്തോഷിപ്പിക്കാനും തയ്യാറായിരിക്കുന്ന ചെടിച്ചട്ടികൾ കണ്ട് എനിക്കും വളരെയധികം സന്തോഷമായി. എല്ലാവർക്കും സന്തോഷം കണ്ടെത്താൻ കഴിയും.